Okay, good morning, dears. So, welcome to your next class on enzyme chapter, that is part of our biochemistry, and this would be the last part of your chapter, which include the enzyme activity, that is basically enzyme inhibition and other things related. So, let's look into what this is. Enzyme, you know what basically an enzyme's role is in the body or wherever it is. Okay, so basically it acts as a catalyst. It speeds up the rate of the reaction. Okay, so in enzyme inhibition there is an enzyme inhibitor, okay, which is a substance that binds to the enzyme and brings about the decrease in the catalytic activity of that enzyme. Okay, ഏത് റിയാക്ഷനിലാണോ എൻസൈം പങ്കെടുക്കണം അതിൻ്റെ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പീഡ് കുറക്കാണ് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ ദി ഇൻഹിബിറ്റർ ക്യാൻ ബി ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് ആൻഡ് ഇറ്റ് ജസ്റ്റ് ബേസിക്കലി inhibits the enzyme, okay, and its activity. Okay, so it is of three types. Inhibition is of three types. There is reverse inhibition, and then there is the irreversible inhibition and allosteric inhibition. Reversible inhibition, we can see it in the name itself what it is. Here the inhibition function or the inhibitor can be reversed also. Okay, that inhibition problem can be reversed also. The inhibitor binds non-covalently with the enzyme and causes the enzyme inhibition, which can be later reversed if the inhibitor is removed. Okay, ആ ഒരു ഇൻഹിബിറ്റർ എൻസൈമിനായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ എൻസൈമിൻ്റെ പരിസരത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇൻഹിബിഷൻ വരിക. അത് ഇവിടെ നടക്കണം എന്താ വെച്ചാൽ നോൺ കോവാലൻ്റ് എന്ന് വെച്ചാൽ ഒരു വീക്ക് ബോണ്ടാണ്. ആ വീക്ക് ബോണ്ട് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ റിവേഴ്സ് ചെയ്തിട്ട് ആ ഇൻഹിബിറ്റർ ഒഴിവാക്കിയാൽ എൻസൈമിന് പഴയ പോലെ ഫംഗ്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആണ് ഇങ്ങനത്തെ ഈ ഒരു റിവേഴ്സിബിൾ ഫോമിൽ നടക്കും. ഓക്കെ, ഇതും രണ്ട് തരത്തിലുണ്ട്. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഉണ്ട്, നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഉണ്ട്. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ മീൻസ് ഹിയർ ദി enzyme substrate. Okay, one enzyme will have a specific substrate. This substrate and the main inhibitor has the same or സിമിലർ സ്ട്രക്ചർ. ഓക്കെ, ഈ ഒരു സബ്സ്ട്രേറ്റിൻ്റെ അനലോഗ് എന്നൊക്കെ പറയുന്നത്, അനലോഗ് മീൻസ് കോപ്പി ഓഫ് ദി സബ്സ്ട്രേറ്റ്. ഓക്കെ, ഇറ്റ് ജസ്റ്റ് റിസംബിൾസ് എ ലോട്ട്. ഓക്കെ, സോ രണ്ടിനും ഒരേ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എൻസൈമിന് സ്വാഭാവികമായിട്ടും ആക്റ്റീവ് സൈറ്റിലാണല്ലോ നമ്മളെ സബ്സ്ട്രേറ്റ് പോയി ബൈൻഡ് ചെയ്യുക, അതിൻ്റെ റിയാക്ഷന് അവിടെ തന്നെ ഈ പറഞ്ഞ ഇൻഹിബിറ്ററും പോയി ബൈൻഡ് ചെയ്യും, സെയിം സ്ട്രക്ചർ ആയിക്കൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, ബട്ട് ദിസ് ഇൻഹിബിറ്റർ ബൈൻഡ്സ് അറ്റ് ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം where the substrate should be binding, and there's basically a competition between the substrate and this inhibitor to reach the active site first. Okay, ആരാണോ ഈ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ആദ്യം പോയി കയറി കൂടണേ ഓൾക്ക് റിയാക്ഷൻ ഉണ്ടാകും. അത് സബ്സ്ട്രേറ്റ് ആണെങ്കിൽ സബ്സ്ട്രേറ്റിൻ്റെ റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കും. ഇൻഹിബിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ സബ്സ്ട്രേറ്റിന് അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റാണ്ട് റിയാക്ഷൻ ബ്ലോക്ക് ആവും. ഇങ്ങനെയാണ് അവിടെ ഇൻഹിബിഷൻ നടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എൻസൈം കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. ഓക്കെ, ദേ ഹാവ് സെയിം സ്ട്രക്ചർ ആൻഡ് it can also be reversed. ഇവിടെ ഇനി അഥവാ നമ്മൾ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഹിബിറ്ററിനൊന്ന് ഈ പറഞ്ഞ മജോറിറ്റി ഒരു കോൺസെൻട്രേഷൻ സബ്സ്ട്രേറ്റ് ആയതുകൊണ്ട് കൂടുതലും എന്ത് ചെയ്യും, സബ്സ്ട്രേറ്റ് തന്നെ കൈപ്പറ്റാൻ നോക്കും ഈ പറഞ്ഞ ആക്റ്റീവ് സൈറ്റുകൾ എൻസൈംസിൻ്റെ. ആൻഡ് ഇഫ് ദർ ഈസ് ഈ റിലേറ്റീവ് അഫിനിറ്റി ചേഞ്ചസ് ഉണ്ടെങ്കിൽ, ചില എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള അട്രാക്ഷനെക്കാട്ടും കൂടുതലാണ് എൻസൈം ഇൻഹിബിറ്ററും തമ്മിലുള്ള അട്രാക്ഷൻ എന്നുണ്ടെങ്കിൽ അപ്പോഴും ഇൻഹിബിഷൻ ആയിരിക്കും ഒന്നും കൂടി മുന്നിട്ട് നിൽക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എൻസൈം സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ്. ഈ ഒരു എൻസൈമിന് ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എക്സാമ്പിളാണ്. ഇത് നോർമൽ എന്താ ചെയ്യുക, അതിൻ്റെ സബ്സ്ട്രേറ്റ് സക്സിനിക് ആസിഡാണ്. സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസിൻ്റെ സബ്സ്ട്രേറ്റ് സക്സിനിക് ആസിഡാണ്. ഇതിന് കോമ്പറ്റീഷനായിട്ട് ആര് വരും, സെയിം സ്ട്രക്ചറിൽ അല്ലെങ്കിൽ സ്ട്രക്ചർ സിമിലാരിറ്റിയുള്ള മെലോണിക് ആസിഡ്, ഗ്ലൂട്ടാറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്സ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ എൻസൈമിന് വേണ്ടിയിട്ട് അടിപിടിയാവും, കോമ്പറ്റീഷൻ നടക്കും. സക്സിനിക് ആസിഡിന് ആയിട്ട് കോമ്പറ്റീഷൻ നടക്കുകയാണ് ചെയ്യുക, ബിക്കോസ് ഓൾ ഓഫ് ദീസ് ഹാസ് ദി സെയിം സ്ട്രക്ചർ ഓൾസോ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരാണോ ആദ്യം SDHൻ്റെ ആക്റ്റീവ് സൈറ്റിൽ പോയി നിൽക്കണ ആൾക്ക് അവിടെ ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ, ഫസ്റ്റത്തെ പിക്ചർ. ആക്റ്റീവ് സൈറ്റ് കണ്ടില്ലേ, അവിടെ സബ്സ്ട്രേറ്റിനും ഇൻഹിബിറ്ററിനും ഒരേ സ്ട്രക്ചറാണ്. ഓക്കെ, ആക്റ്റീവ് സൈറ്റിൽ കയറി പറ്റുക രണ്ടാക്കും പറ്റും. സിമിലർ ആണ്, നോട്ട് എക്സാക്റ്റ് അല്ല, പക്ഷേ സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററാണ് അവിടെ ആദ്യം കയറി പറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യാൻ ആക്റ്റീവ് സൈറ്റ് ഫ്രീ ഉണ്ടാവില്ല, അവിടെ അത് ബ്ലോക്ക് ആവണം ചെയ്യുക, എൻസൈം ആക്ഷന് കാറ്റലിസിസ് ബ്ലോക്ക് ചെയ്യും. ഇനി നോൺ കോമ്പറ്റീറ്റീവ് പറയുമ്പോൾ രണ്ടും ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ്. ഈ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആക്റ്റീവ് സൈറ്റിനൊന്നും വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യൂല, പകരം എന്ത് ഇയാൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സൈറ്റൊക്കെ ഉണ്ടാകും, എൻസൈമിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് വയ്ക്കും, ഇത് പോയിട്ട് ബൈൻഡ് ചെയ്യുക. എന്നിട്ട് ഈ എൻസൈമിൻ്റെ ഇൻറ്റേർണൽ എന്ത് ചെയ്യും, അതിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ട് സബ്സ്ട്രേറ്റും ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത കോലത്തിൽ ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ യു ക്യാൻ സീ ഇൻ ദി പിക്ചർ
once the you can look at the active site, it is more in deep where the substrate can actually bind into it, but after the non-competitive inhibitor binds to the enzyme, the structure of the active site also changes. Okay, so there is an internal change in the conformation of the enzyme structure. And another example is methanol, in the case of ethanol, in the case of methanol poisoning. I hope you know what methanol poisoning is. Methanol is actually very toxic to our body. Usually ഇത് ബോഡിയിൽ എൻ്റർ ചെയ്താൽ ആൽക്കഹോൾ ഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിനായിട്ട് ആക്ട് ചെയ്തിട്ട് ഫോർമാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. യു നോ വാട്ട് ഫോർമാൽഡിഹൈഡ് ഇസ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഹാർംഫുൾ. ആൻഡ് ദിസ് എത്തനോൾ ഹാസ് ദ സെയിം സ്ട്രക്ചർ ആസ് മെത്തനോൾ. അറ്റ്ലീസ്റ്റ് ഇറ്റ് ഇസ് സിമിലർ, നോട്ട് എക്സാക്ട്ലി സെയിം, ഇറ്റ് ഈസ് സിമിലർ. ആൻഡ് this can act as a competitive inhibitor for methanol, which competes with methanol for the ADH enzyme. And here in methanol poisoning, this ethanol can be used as a treatment option, where it where we can avoid this methanol acting up with this enzyme. Okay, ini illadana anti metabolites. Anti metabolites means these are just basically chemical compounds which block the metabolic reactions. Okay, and it can inhibit the enzymes of metabolic reactions. Okay, metabolic reactions il pangedukkanaana block cheyanennundengil anti metabolites parayum. These are usually structural analogs of this substrate and are usually competitive inhibitors. And idokke cancer therapy ilum gout therapy use cheyyalundu ട്ടോ. നമ്മൾ later discuss ചെയ്യും. ഇനി ആൻറ്റി വൈറ്റമിൻസ് ആണ് കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇവരെന്താ ചെയ്യുക വെച്ചാൽ ബയോകെമിക്കൽ ആക്ഷൻസ് ഓഫ് വൈറ്റമിൻസ്, സ്പെസിഫിക്കലി വൈറ്റമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ റിയാക്ഷൻസ് ഉണ്ടോ അവിടെ പോയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്ന കേസിലൊക്കെയാണ് അങ്ങനത്തെ ആൻറ്റി മെറ്റബോളൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ആൻറ്റി വൈറ്റമിൻസ് എന്ന് വിളിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് സൾഫനിലമൈഡ്, ഡൈക്യുമാറോളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഇസ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. ഇവിടെ എന്താ വെച്ചാൽ ഇൻഹിബിറ്റർ നേരത്തെ പറഞ്ഞ ഫിഗർ പോലെ തന്നെ ആക്റ്റീവ് സൈറ്റിലല്ല ബൈൻഡ് ചെയ്യൽ, എൻസൈം സർഫസിൽ വേറെ ഏതെങ്കിലും സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുക. ആൻഡ് ദിസ് ബൈൻഡിങ് ഇംപെയർസ് ദി എൻസൈം ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഹാസ് നോ സ്ട്രക്ചറൽ റിസംബ്ലൻസ് വിത്ത് ദി സബ്സ്ട്രേറ്റ്. ഓക്കെ, സ്ട്രക്ചറലി സെയിമേ അല്ല, ഒരു സിമിലാരിറ്റീസും ഇല്ല. ബട്ട് സംടൈംസ് എന്തുണ്ടാകും, ഈ ഒരു എൻസൈമിനെ കുറച്ചുകൂടി അഫിനിറ്റി ഈ പറഞ്ഞ ഇൻഹിബിറ്ററിനോട് ഉണ്ടാകും. ഓക്കെ, പൊതുവേ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ അങ്ങനെ കാണാറുണ്ട്. ആൻഡ് ദി ഇൻഹിബിറ്റർ ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് എൻസൈം സബ്സ്ട്രേറ്റ് ബൈൻഡിങ്. ഓക്കെ, സംടൈംസ് ഇറ്റ് ചേഞ്ചസ് ദി കൺഫർമേഷൻ, സംടൈംസ് ഇറ്റ് വോണ്ട്, ബട്ട് മേ ബി എന്താവില്ല സബ്സ്ട്രേറ്റിന് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക. അല്ലെങ്കിൽ രണ്ട് കേസിലും കാണാൻ പറ്റും ഈ ഒരു നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററിന് എപ്പോഴും ആണെങ്കിൽ ബൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു റിയാക്ഷൻ കണ്ടത്, ദിസ് ഇസ് അവർ നോർമൽ എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവിറ്റി വേർ first the enzyme is there, then there is the substrate which then binds to form an enzyme substrate complex, then it is split into the products. Okay, അപ്പോൾ ഇവിടെ ഈ ഇൻഹിബിറ്ററിന് എവിടെയും പോയിട്ട് ബൈൻഡ് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇൻഹിബിറ്റർ അവിടെ ബൈൻഡ് ചെയ്തിട്ട് സബ്സ്ട്രേറ്റിന് ഏറ്റവും ബൈൻഡിങ് നടക്കാത്ത കുളത്തിലാക്കി വെക്കാം. ഓക്കെ, എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എൻസൈം സബ്സ്ട്രേറ്റൊക്കെ ബൈൻഡ് ചെയ്തു, ബട്ട് പ്രൊഡക്റ്റ് ആവുന്നതിന് മുന്നേ എന്തായി, ഈ പറഞ്ഞ ഇൻഹിബിറ്റർ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തു, അവിടെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനത്തെ കേസിലും ഇങ്ങനെയും എന്ത് ചെയ്യാം, നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആക്ട് ചെയ്യാം. ഇനി പൊതുവേ ഈ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സിൽ നമ്മൾ കാണുന്നത് ഹെവി മെറ്റൽസ് ഒക്കെയാണ്. സിൽവർ അയോൺസ്, ലെഡ് അയോൺ, മെർക്കുറി അയോണൊക്കെയാണ് ഉണ്ടാകാറ്. ഇത് എൻസൈംസിനായിട്ട് നോൺ കോമ്പറ്റേറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്തിട്ട് മറ്റുള്ള കോമ്പൗണ്ട്സ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് മാറ്റിയെടുക്കും, ലൈക്ക് ഇൻസിസ്റ്റീനൈൽ സൾഫൈഡൽ ഗ്രൂപ്പ്സ് എക്സെട്ര. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇതിൽ എല്ലാം പഠിക്കണം ഞാൻ പറയില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ലുക്ക് അറ്റ് 3 easy enzyme reactions or in the at least 3 of them പഠിക്കുക. ഓക്കെ, മുഴുവനായിട്ട് പഠിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ ഡിസ്കസ് ചെയ്യുക, സാന്തിൻ ഓക്സിഡേസ് എന്ന് പറഞ്ഞ എൻസൈം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂഷ്വൽ സബ്സ്ട്രേറ്റ് എന്താ വെച്ചാൽ ഹൈപ്പോസാന്തിൻ എന്ന് പറഞ്ഞൊരു സബ്സ്ട്രേറ്റ് ആണ്. ഇത് എൻസൈമിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നമ്മൾ യൂറിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, അതാണ് ബേസിക്കലി റിയാക്ഷൻ. ഈ യൂറിക് ആസിഡിന് വേറെ പ്രശ്നമില്ല. ഐ ഹോപ്പ് യു നോ വാട്ട് യൂറിക് ആസിഡ് ഹാസ് എ പ്രോബ്ലം. ഇത് അക്കുമുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഗൗട്ട് പോലത്തെ ഇഷ്യൂസ് ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ ഈ പാരൻസിൻ്റെ അടിയിലൊക്കെ കാണുന്നതാണ് ഗൗട്ടിൻ്റെ ഇഷ്യൂസ്, യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പോൾ അവിടെ മെഡിസിനായിട്ട് കൊടുക്കുന്ന സാധനമാണ് ആലോപ്യൂരിനോൾ. ഈ ആലോപ്യൂരിനോൾ എന്ത് ചെയ്യും, ഇതിനായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് എൻസൈമിനായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ യൂറിക് ആസിഡ് ഫോം ചെയ്യണതിന് പകരം എന്ത് ചെയ്യും, അത് ഗൗട്ട് പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ. ഈ സംടൈംസ് എന്ത് വരും, ഇപ്പോൾ റിവേഴ്സിബിൾ ഇൻഹിബിഷൻ്റെ 2 കേസാണ് നമ്മൾ പറഞ്ഞത്. ഈ അതിലൊരു എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ പറയാം. വൈറ്റമിൻ കെ ഹൈപ്പോക്സൈഡ് റിഡക്ടേസ് എന്ന് പറഞ്ഞ എൻസൈമിനായിട്ട് ബൈൻഡ് ചെയ്യുന്ന വൈറ്റമിൻ കെ ആണ്. ഓക്കെ, ബട്ട് ദിസ് വൈറ്റമിൻ കെ ഓൾസോ ഹാസ് എ ഡിമെറിറ്റ്. ഈ വൈറ്റമിൻ കെ കൂടിയാൽ അത് ഓവറായിട്ട് ആൻറ്റി കോഗുലേഷൻ നടക്കും. ആൻറ്റി കോഗുലേഷൻ മീൻസ് നമ്മൾ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ആകേണ്ട സമയത്ത് എന്താവില്ല, ഇത് ക്ലോട്ട് ആകില്ല, അങ്ങനെ ബ്ലീഡിങ് ഓവറായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, ഡൈക്യുമാറോൾ പറഞ്ഞ മെഡിസിൻ കൊടുക്കുകയാണ് ചെയ്യുക. ഇത് പോയിട്ട് വൈറ്റമിൻ കെനായിട്ട് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ ക്ലോട്ടിങ് പോസിബിൾ ആക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ആൻറ്റികോഗുലൻ്റ് ആക്ഷന് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇനി റിവേഴ്സിബിൾ ഇൻഹിബിഷൻ അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ. ഇവിടെ എന്താ നടക്കുക വെച്ചാൽ
ഹെവി മെറ്റൽസ് ഒക്കെ പോലത്തെ സാധനങ്ങൾ എന്ത് ചെയ്യും, കോവാലൻ ബോൺസ് ഫോം ചെയ്യും. ഓക്കെ, നേരത്തെ പറഞ്ഞത് നോൺ കോവാലൻ ബോൺസ് ആയിരുന്നു, ഇത് കോവാലൻ ബോൺസ് ഫോം ചെയ്യും, വിച്ച് ഇസ് മോർ സ്ട്രോങ്ങർ ആൻഡ് ദി എൻസൈം ഇസ് ദെൻ നെവർ അവൈലബിൾ. ഓക്കെ, എൻസൈമിനായിട്ടാണ് പെർമനൻ്റ്ലി ബൈൻഡ് ചെയ്തിട്ട് റിവേഴ്സിബിൾ അല്ലാത്തൊരു കേസിൽ മാറ്റിയിട്ട് എന്ത് ചെയ്യും, അത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷൻക്ക് മാറാണ് ചെയ്യുക. ദെൻ ദ എൻസൈംസ് ഇസ് നെവർ അവൈലബിൾ, ദ എൻസൈം ഇസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഫോർ ദി എൻസൈം റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ അവിടെ ആ കംപ്ലീറ്റ്ലി ആ എൻസൈംസിന് എന്ത് ചെയ്യും, കോവാലൻ്റ് ബൈൻഡ് ചെയ്തിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുക, വിച്ച് ഇസ് ഇറിവേഴ്സിബിൾ. ദീസ് ഇൻഹിബിറ്റേഴ്സ് ആർ യൂഷ്വലി ടോക്സിക് ഓർ പോയ്സണസ് സബ്സ്റ്റൻസസ്. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിൽ ഐ തിങ്ക് യു ഹാവ് സ്റ്റഡിഡ് ഇറ്റ് ബിഫോർ. കാർബൺ ഡയോക്സൈഡ് ഹീമോഗ്ലോബിനും അതേപോലെ ഓക്സിജനും ഹീമോഗ്ലോബിനൊക്കെ ബൈൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് അഥവാ കയറി പറ്റി പിന്നെ അത് അതിൽ വേറെ ഇടല്ല, പിന്നെ ആ ഹീമോഗ്ലോബിൻ വേസ്റ്റാണ്. ഓക്കെ, അങ്ങനെ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് അങ്ങനെ വരുന്നത്, ഓക്സിജൻ പിന്നെ സപ്ലൈ ചെയ്യുന്ന ഹീമോഗ്ലോബിൻസ് ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ്, അതൊരു ഇറിവേഴ്സിബിൾ ഇൻഹിബിഷനാണ്. ഓക്കെ, അതൊരു എൻസൈം അല്ല, ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഓക്കെ, സോ വേറൊരു എൻസൈമാറ്റിക് റിയാക്ഷൻ്റെ എക്സാമ്പിളാണ് അയോഡോ അസറ്റേറ്റ് പറഞ്ഞ ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റർ. ഈ പപ്പൈന് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡിഹൈഡ്രോജനേസ് ഇത്തരത്തിലുള്ള എൻസൈംസിനായിട്ടും ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ നടന്നിട്ട് അവിടെ ആ എൻസൈംസിനെ അൺഅവൈലബിൾ ആക്കുകയാണ് ചെയ്യുക. ആൻഡ് സൾഫൈഡൽ ഗ്രൂപ്പ്സിനെ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ട് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് മേക്സ് ദം ഇനാക്റ്റീവ്. അതേപോലെ ഡൈഐസോപ്രോപ്പൈൽ ഫ്ലൂറോഫോസ്ഫേറ്റ് അഥവാ DFP, ഇതൊരു നെർവ് ഗ്യാസാണ്. ഓക്കെ, അത് ഡെത്ത് വരെ അല്ലെങ്കിൽ ആ ഒരു സോൾജേഴ്സിന് കംപ്ലീറ്റ്ലി ഇൻകോമ്പിറ്റൻസ് നിലക്ക് എത്തിച്ചാന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഡെവലപ്പ് ചെയ്തൊരു വെപ്പണാണിത്. ജർമ്മൻസ് ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാറിൽ ഡെവലപ്പ് ചെയ്ത സാധനമാണ്. ഇതെന്ത് ചെയ്യും, ഈ പറഞ്ഞ സെറൈനുള്ള ഏതൊക്കെ എൻസൈംസ് ഉണ്ടോ അതിൻ്റെയൊക്കെ ആക്റ്റീവ് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ലൈക്ക് ഇൻ എൻസൈം സെറീൻ പ്രോട്ടീസസ് ആൻഡ് അസറ്റൈൽ കോളിൻ എസ്റ്ററീസ്, ഇതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന എൻസൈംസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ന്യൂറൽ ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത്. അതേപോലെ ഉള്ളത് ഓർഗാനോ ഫോസ്ഫറസ് ഇൻസെക്ടിസൈഡ്സ്. ഓക്കെ, ഇങ്ങനത്തെ തരത്തിലുള്ള ഇൻസെക്ടിസൈഡ്സ് അനിമൽസിനും മാനിനും ടോക്സിക് ആണ്. മാലാത്തയോൺ പോലത്തെ ഇൻസെക്ടിസൈഡ്സിലൊക്കെ ഇതുണ്ട്, ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ്. ഇതെന്ത് ചെയ്യും, അസറ്റൈൽ കോളിൻ എസ്റ്ററേസിൻ്റെ ആക്ടിവിറ്റി ബ്ലോക്ക് ചെയ്തിട്ട് നെർവ് കണ്ടക്ഷനും പ്രോപ്പറായിട്ടൊന്നും നെർവ് ട്രാൻസ്മിഷനും നടക്കില്ല, പാരലൈസിസ് വരെ വരുത്തി വെക്കാം. പിന്നുള്ളതൊന്നാണ് ഡൈസൾഫിറാം. ഇത് കുറച്ച് കോമൺ ആയിട്ട് വരുന്ന ഡ്രഗാണ്. ഇത് ആൽക്കഹോളിക്സ് അതേപോലെ ഡ്രഗ് അബ്യൂസിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധാരണ ആൻറ്റി അബ്യൂസ് എന്ന് പറയും ഇതിന്. ആൽക്കഹോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ആൽക്കഹോളിസം ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഈ ആൽക്കഹോളിൻ്റെ മെറ്റബോളിസത്തിന് 2 എൻസൈംസ് അല്ല, ആൽക്കഹോൾ ഡിഹൈഡ്രോജനേസും അസറ്റാൽഡിഹൈഡും. ഇവിടെ 2 സ്ഥലത്തും പോയിട്ട് എന്ത് ചെയ്യും, ഈ ഡൈസൾഫിറാം പോയിട്ട് ബൈൻഡ് ചെയ്യും. ആൻഡ് ഈ അസറ്റാൽഡിഹൈഡ് അക്കുമുലേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുക. സ്വാഭാവികമായിട്ടും അത് അക്കുമുലേഷൻ പ്രിവെൻറ്റ് ചെയ്ത് ആൽക്കഹോൾ അവോയ്ഡൻസിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ആ ആൽക്കഹോൾ അബ്യൂസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കാരണക്കാരാവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അവിടെ യൂഷ്വലി എന്ത് ചെയ്യാണ് ചെയ്യുക, ആൽക്കഹോൾ കൺവേർട്ട് ചെയ്തിട്ട് അസറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ അസറ്റാൽഡിഹൈഡായി അസറ്റിക് ആസിഡ് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം അതവിടെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്തത്. ഇതേപോലെ തന്നെ നമ്മൾ പെൻസിലിൻ ആക്ട് ചെയ്യുന്നതും ഇറ്റ്സ് ബേസിക്കലി വാക്സിൻ ആൻഡ് ഇറ്റ് ഇൻഹിബിറ്റ്സ് ദി സെറൈൻ. ഓക്കെ, സെറൈൻ കണ്ടെയ്നിങ് എൻസൈംസ് ഇവിടെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ബാക്ടീരിയൽ സെൽ വാൾ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് ബാക്ടീരിയസിനെ കില്ലാണ്, വാക്സിനായിട്ട് അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇറിവേഴ്സിബിൾ ഇൻഹിബിഷനിൽ ഇതേപോലെ ചില സമയത്ത് അമിനോ ആസിഡ് റെസിഡ്യൂസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മറ്റുള്ള എൻസൈം മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ സൂയിസൈഡ് ഇൻഹിബിഷൻ. ഇത് കുറച്ച് സ്പെഷ്യൽ കേസാണ് ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ്റെ. അതിൻ്റെ അടിയിൽ വരുന്ന സാധനം തന്നെയാണ്. ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ ബേസിക്കലി ഒരു ഇൻഹിബിറ്റർ, ഓക്കെ, വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നല്ലാത്ത നോർമൽ ഇൻഹിബിറ്റർ ഒരു എൻസൈമിനായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അവിടെ ഇറിവേഴ്സിബിളി ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുക ആദ്യം. ഓക്കെ, അപ്പോൾ അവിടെ യൂഷ്വലി എന്താ ചെയ്യേണ്ടത്, ആ എൻസൈം അങ്ങോട്ട് അവൈലബിൾ അല്ലാണ്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ആ പിന്നെ എൻസൈമിനെ നോക്കണ്ട. ഓക്കെ, അത് ഇനാക്റ്റീവായിട്ട് അവിടെ കിടക്കുകയാണ് ചെയ്യുക. ഓക്കെ, ബട്ട് ഇവിടെ ഈ എൻസൈമിനായിട്ട് ബൈൻഡ് ചെയ്ത് കിടക്കണ ആ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ, ആ ഒരു ഇൻഹിബിറ്ററും എൻസൈമും കൂടി ബൈൻഡ് ചെയ്തിട്ട് കിടക്കണ ആ ഒരു ഇനാക്റ്റീവായിട്ട് പോയ എൻസൈം എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, കുറച്ചും കൂടി സ്ട്രോങ്ങർ ഇൻഹിബിറ്ററായിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് സെയിം എൻസൈംസ് ബാക്കിയുള്ള എൻസൈംസ് ഉണ്ടാകുമല്ലോ, ആ എൻസൈംസിനൊക്കെ പോയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പോയി ബൈൻഡ് ചെയ്തിട്ട് ഇൻഹിബിഷൻ സിവിയർ ആയിട്ട് നടത്താണ് ചെയ്യുക. ഓക്കെ, സോ ഹിയർ the original inhibitor, which is a structural analog or competitive inhibitor, it is converted to a more potent form, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഇൻഹിബിറ്റർ ആയിട്ട് മാറ്റാണ് ചെയ്യുക, for which acts on the same enzyme. Okay, that is left out of the inhibition. എന്നുവെച്ചാൽ ആദ്യം ബൈൻഡ് ചെയ്യാണ്ട് ബാക്കി വന്ന എൻസൈംസ് കുറച്ചുണ്ടാകുമല്ലോ, ആ ബാക്കിയുള്ള എൻസൈംസിനും കൂടി കൊണ്ടായിക്കാണ്ട് എന്ത് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഇൻഹിബിറ്റർ ആയിട്ട് മാറാണ് ചെയ്യുക. ദ സോ ഫോംഡ് ഇൻഹിബിറ്റർ ബൈൻഡ്സ് ഇറിവേഴ്സിബിളി with the rest of the enzymes and
ചിലപ്പോൾ എന്താകും ഈ പറഞ്ഞ ആദ്യം ബൈൻഡ് ചെയ്ത് വെച്ച ഇൻഹിബിറ്റർ അത്ര പൊട്ടൻ്റ് അല്ലാത്ത ഇൻഹിബിറ്റർ എന്തായിരിക്കും, ചിലപ്പോൾ റിവേഴ്സിബിളി ഉള്ള സാധനമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് രണ്ടും തമ്മിലും കൂടി ചേർന്നപ്പോൾ കുറച്ചും കൂടിയും സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സിബിൾ ഇൻഹിബിഷന് കാരണക്കാരായിട്ടുള്ള ഒരു ഇൻഹിബിറ്ററായിട്ട് മാറിയിട്ടുണ്ടാകും. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞ ആലോപ്യൂരിനോൾ, നേരത്തെ പറഞ്ഞ കേസ്. ഗൗട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ യൂസ് ചെയ്തത്. ഈ ആലോപ്യൂരിനോൾ സാന്തിൻ ഓക്സിഡനേസും ബൈൻഡ് ചെയ്തിട്ട് അത് യൂറിക് ആസിഡ് ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ അതിന് പകരം എന്ത് ചെയ്യും, ഇവിടെ വേറൊരു പ്രൊഡക്റ്റായിട്ട് ചിലപ്പോൾ മാറും, സാന്തി എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടായിട്ട് മാറും. അതെന്താണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഹിബിറ്റർ ആയിട്ടാണ് മാറുക. ഈ സാന്തിൻ ഓക്സിഡേസിൻ്റെ ഒരു നോർമൽ ഇൻഹിബിറ്ററാണ് ആലോപ്യൂരിനോൾ. ബട്ട് ഇതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള സാന്തിൻ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇൻഹിബിറ്ററാണ് നമ്മൾ സാന്തിൻ ഓക്സിഡേസിൻ്റെ. ഓക്കെ, സെയിം എൻസൈംസിന് ഒന്നും കൂടി റിവേഴ്സിബിളി അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യണ ഒരു കോമ്പൗണ്ടായിട്ട് മാറാണ് ചെയ്തത് ഈ സാന്തിൻ. ഓക്കെ, അപ്പം അതേപോലെ ചില സമയത്ത് പ്യൂരിൻ ആൻഡ് പിരിമിഡിൻ അനലോഗ്സ് ഒക്കെ യൂസ് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ ക്യാൻസർ തെറാപ്പിയിൽ ഈ ഒരു സൂയിസൈഡ് ഇൻഹിബിഷൻ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, കുറച്ചും കൂടിയും ന്യൂക്ലിയോടൈഡ് സിന്തസിസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ സെല്ല് പ്രൊഡക്ഷൻ പിന്നെ സ്ട്രോങ് ആയിട്ട് നടക്കുകയാണ് ചെയ്യുക. അതൊക്കെ ഒന്നും കൂടി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇനിയുള്ളതാണ് അലോസ്റ്ററിക് ഇൻഹിബിഷൻ. ഇവിടെ എന്താ വെച്ചാൽ റെഗുലർ എൻസൈം ആക്ടിവിറ്റിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, റെഗുലർ ആയിട്ടുള്ള എൻസൈം ആക്ടിവിറ്റിനെ ലിവിങ് സിസ്റ്റത്തിൽ തന്നെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക. സോ that is about enzyme inhibition. ഇനി വരുന്നതാണ് കോ എൻസൈംസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കറിയാം ഒരു ആക്റ്റീവ് എൻസൈം ഉണ്ടാകും. ആ ആക്റ്റീവ് എൻസൈമിന് നമ്മൾ ഹോളോ എൻസൈം എന്ന് പറയും. അതിന് ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ടാകും, നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാകും. പ്രോട്ടീൻ പാർട്ടിന് നമ്മൾ അപ്പോ എൻസൈം പറയും, നോൺ പ്രോട്ടീൻ പാർട്ടിന് നമ്മൾ കോ എൻസൈം എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് കോ എൻസൈംസ് ആർ. ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദി എൻസൈം ഓൺ ഇറ്റ്സ് ഓൺ ഇസ് നോട്ട് ഓൾവേസ് അഡിക്വറ്റ് ടു ബ്രിങ് അബൌട്ട് ദി കാറ്റലിറ്റിക് ആക്ടിവിറ്റി. എന്ന് വെച്ചാൽ ഹോളോ എൻസൈമിനെ ആക്റ്റീവ് ആക്കണത് ആ ഒരു പ്രോട്ടീൻ പാർട്ട് ഒറ്റയ്ക്ക്, അപ്പോ എൻസൈം ആക്റ്റീവ് ആയിക്കോണമെന്നില്ല. ഓക്കെ, അതിൻ്റെ ഒപ്പം ഈ നോൺ പ്രോട്ടീൻ പാർട്ടിലുള്ള കോ എൻസൈം വരുമ്പോഴാണ് ആ ഒരു എൻസൈം ആക്ടിവേറ്റ് ആകുന്നത്. അപ്പോൾ അങ്ങനത്തെ അഡീഷണൽ നോൺ പ്രോട്ടീൻ പാർട്സിനാണ് നമ്മൾ കോ ഫാക്ടേഴ്സ് എന്ന് പറയാം. ദിസ് ക്യാൻ ബി ഓർഗാനിക് ഓർ ഇൻഓർഗാനിക്. സോ ദി നോൺ പ്രോട്ടീൻ ഓർഗാനിക് ലോ മോളിക്കുലർ വെയ്റ്റ് ഡയാലൈസബിൾ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ആ ഒരു കോ എൻസൈമിനെ നമുക്ക് എൻസൈമിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പാർട്ടിന്, നോൺ പ്രോട്ടീൻ പാർട്ടിനാണ്, ഓർഗാനിക് നോൺ പ്രോട്ടീൻ പാർട്ടിനാണ് നമ്മൾ കോ എൻസൈം പറയാം. ഡയാലിസിസ് ഒക്കെ വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ ഇതിനാണ് നമ്മൾ കോ എൻസൈംസ് പറയാം. ബട്ട് ഇതല്ലാണ്ട് വേറെ സാധനം നമ്മൾ പറഞ്ഞു, പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. ദിസ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഈസ് ഓൾസോ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദി എൻസൈം, ബട്ട് ഇറ്റ് ഇസ് ടൈറ്റ്ലി ബൗണ്ട് ടു ദി എൻസൈം. ഓക്കെ, കോ എൻസൈം വീക്കിലി ബൗണ്ടഡ് ആണ്, നമുക്ക് ഡയാലിസിസ് ഒക്കെ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് സെയിം സാധനമാണ്, ബട്ട് സ്ട്രോങ്ലി ബൗണ്ടഡ് ആണ് എൻസൈമിനായിട്ടും. അത് നമുക്ക് ഡയാലിസിസ് പോലത്തെ ഇതുകൊണ്ടൊന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി വേറൊരു സാധനമുണ്ട്, ആക്ടിവേറ്റർ. ഓക്കെ, ഈ ആക്ടിവേറ്റർ എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും ഓർഗാനിക് ആണ്. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആൻഡ് ദിസ് കോ ഫാക്ടേഴ്സ് ആർ ഓർഗാനിക്. ഇനോർഗാനിക് ആയിട്ടുള്ള കോ ഫാക്ടേഴ്സിന് നമ്മൾ ആക്ടിവേറ്റർ എന്ന് പറയും. എക്സാമ്പിൾസ് ആർ കാൽഷ്യം അയോൺസ്, മഗ്നീഷ്യം അയോൺസ് ഓർ മാംഗനീസ് അയോൺസ് എക്സെട്ര. ഓക്കെ, സോ ദീസ് ഓൾസോ എൻഹാൻസ് ദി എൻസൈം ആക്ടിവിറ്റി ആൻഡ് ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ഓൾ ദീസ് ആക്ടിവേറ്റർ, കോ എൻസൈം ആൻഡ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സ്. ഓക്കെ, സോ ദീസ് കോ എൻസൈംസ് ആർ ബേസിക്കലി കൺസിഡേർഡ് ആസ് സെക്കൻഡ് സബ്സ്ട്രേറ്റ്സ് or co-substrates since they have more affinity with the enzyme than the substrates. ഓക്കെ, അപ്പോൾ ഒരു എൻസൈമിനോട് ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ടും സ്ട്രോങ്ങർ ആയിട്ട് ഒന്നും കൂടി ബൈൻഡ് ചെയ്ത് കിടക്കുന്ന കോ എൻസൈംസ് ആണ്. അത് പിന്നീടാണ് സബ്സ്ട്രേറ്റ് വരുന്നുള്ളൂ. ഓക്കെ, അതിന് ശേഷമാണ് അത് കുറച്ചും കൂടി വീക്കറാണ് ഈ സബ്സ്ട്രേറ്റ് എൻസൈം ബോണ്ട്. ഓക്കെ, so these basically help in the enzymatic reactions and where the substrate is converted into the product. ഇനി കുറച്ച് കോ എൻസൈംസ് ഒക്കെ കൂടുതലും രണ്ട് തരത്തിൽ ഒറിജിൻ വരുന്നുണ്ട്. ഒന്ന് വൈറ്റമിൻ ഡിറൈവഡ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ നോൺ വൈറ്റമിൻസിൽ നിന്ന് ഡിറൈവഡ് ആയിട്ടുള്ള വരുന്നുണ്ട്. കൂടുതലും വൈറ്റമിൻ ഡിറൈവഡ് ആയിട്ടുള്ള കോ എൻസൈംസ് ആണുള്ളത്. അതിന് എക്സാമ്പിൾസ് ആണ് തൈമിൻ പൈറോഫോസ്ഫേറ്റ്, തൈമിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഈ FMN ആൻഡ് FAD, ഐ തിങ്ക് യു നോ ദിസ് മൈറ്റോകോൺട്രിയൽ റിയാക്ഷൻസ് നമ്മൾ പണ്ടൊക്കെ പഠിച്ചിരുന്നു, +1 പഠിച്ചതാണ്. ഫ്ലാവിൻ മോണോന്യൂക്ലിയോടൈഡും ഫ്ലാവിൻ അഡിനിൻ ന്യൂക്ലിയോടൈഡും ഇതൊക്കെ റൈബോഫ്ലാവിനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ്, അഥവാ നമ്മൾ NADP ഒക്കെ ക്രിയേറ്റ് ചെയ്യണ എനർജി കറൻസീസ് ആണ് ഇതൊക്കെ നയാസിനിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ആണത്. ഇനി ഈ കോ എൻസൈംസ് പല റിയാക്ഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ ഒരു എൻസൈമിന് തന്നെ ഒരു കോ എൻസൈം എന്നുള്ള സ്പെസിഫിസിറ്റി സംഭവം ഇതിനില്ല. കോ എൻസൈംസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ വേരിയസ് റിയാക്ഷൻസ് ആൻഡ് അസിസ്റ്റ് മെനി ടൈപ്പ് ഓഫ് എൻസൈംസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ട്രാൻസ്ഫർ ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്, റിയാക്റ്റീവ് ഗ്രൂപ്പ്സ് ലൈക്ക് ഹൈഡ്രജൻ, ആൽഡിഹൈഡ്, കീറ്റോ ഗ്രൂപ്പ്സ്, അമിനോ ഗ്രൂപ്പ്, അസൈൽ ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ്, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അതിന് എൻസൈം ഫംഗ്ഷനിൽ പല റോൾസും ഉണ്ട്. യൂഷ്വലി എന്തിൻ്റെയും ഒരു ട്രാൻസ്ഫർ ആയിരിക്കും ഉണ്ടാകുക. ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ നിന്നുള്ള കോ എൻസൈംസ് ആണ്
കൂടുതലുള്ളത് ഡെറിവേറ്റീവ്സ് ഓഫ് വാട്ടർ സോളിബിൾ ബീറ്റാ കോംപ്ലക്സ് വൈറ്റമിൻസ് അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സെയിം ഏകദേശം ആ സെയിം പേര് വരുന്ന കോഎൻസൈംസ് നമ്മളിവിടെ പറഞ്ഞ പോലെ. ഓക്കെ, ദെൻ ദർ ഇസ് നോൺ വൈറ്റമിൻ കോഎൻസൈംസ്. ഇത് പറഞ്ഞാൽ വൈറ്റമിൻ ഡെറിവേറ്റീവ്സ് അല്ല, മറ്റുള്ള എന്തെങ്കിലും ഓർഗാനിക് സബ്സ്റ്റൻസ് എന്നാണ് ഇത് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾസ് ആണ് ATP, CDP, UDP ഒക്കെ. ഓക്കെ, ATP ഐ തിങ്ക് യു നോ ഓൾ ദിസ്. ഓക്കെ, ഞാൻ അറിയില്ല തന്നെ ഒന്ന് പറയാം. ഓക്കെ, നോൺ വൈറ്റമിൻ കോഎൻസൈംസ് ആണ്. ഇതൊക്കെ നോൺ വൈറ്റമിൻ പാർട്ടിൽ നിന്നാണ് ഇത് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾസ് ആണ് ന്യൂക്ലിയോടൈഡ് കോഎൻസൈംസ്, അത് നൈട്രജനസ് ബേസ് ഷുഗർ ഇതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞ സൈറ്റഡിൻ ഡൈഫോസ്ഫേറ്റ്, യൂറിഡിൻ ഡൈഫോസ്ഫേറ്റ്, അതൊക്കെ യൂറാസിൽ അതേപോലെ സൈറ്റോസിനൊക്കെ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അഡിനിൽ നിന്ന് ഉണ്ടായതാണ് ATP. ഓക്കെ, അപ്പോൾ ഇത് മൂന്നിനും റോൾ എന്താ വെച്ചാൽ ഫോസ്ഫറസ് ഡൊണേറ്റ് ചെയ്യുക. ഫോസ്ഫറസ് ഡൊണേറ്റ് ചെയ്തിട്ട് എനർജി റിലീസിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ മുന്നത്തെ റിയാക്ഷൻസിലൊക്കെ നമ്മൾ പഠിച്ചിരുന്നതൊക്കെ. ഇനിയുള്ളൊരു കൺസെപ്റ്റാണ് ഫീഡ്ബാക്ക് റെഗുലേഷൻ. ഐ ഓൾസോ ഹാവ് മെൻഷൻ ദിസ് ഇൻ ദ ഓൾഡർ ക്ലാസ്സസ്. ഇതെന്താ വെച്ചാൽ ഒരു എൻസൈമിൻ്റെ ആക്ഷന് കൺട്രോൾ വേണം സ്വാഭാവികമായിട്ടും. ഒരു എൻസൈം ഏതൊരു എൻസൈം ഓവറായിട്ട് ആക്ട് ചെയ്ത് കണ്ട് സ്വാഭാവികമായിട്ട് ഒരു പ്രൊഡക്റ്റ് കൂടുതലുണ്ടായി വന്നാലും അതൊരു വിനയാവാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ദ പ്രോസസ് ഓഫ് ഇൻഹിബിറ്റിംഗ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ ദി ഫൈനൽ ഈസ് ഡൺ ബൈ ദി ഫൈനൽ പ്രൊഡക്റ്റ്. ഓക്കെ, ഇൻ എ സീരീസ് ഓഫ് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ഓഫ് എ മെറ്റബോളിക് പാത്വേ. ദിസ് ഈസ് കോൾഡ് ആസ് ഫീഡ്ബാക്ക് റെഗുലേഷൻ. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സീരീസ് ഓഫ് റിയാക്ഷനിൽ ലാസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ, ആ പ്രൊഡക്റ്റ് ചെന്നിട്ട് ആദ്യത്തെ എൻസൈമിനെ വെച്ചാൽ സീരീസ് ഓഫ് റിയാക്ഷനിൽ സ്റ്റാർട്ട് ചെയ്ത എൻസൈമിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ സബ്സ്ട്രേറ്റിനൊക്കെ എന്തിട്ടും ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് ഫീഡ്ബാക്ക് റെഗുലേഷൻ. എന്ന് വെച്ചാൽ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടായി വരുന്നതിനനുസരിച്ച് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് തന്നെ പോയിട്ട് ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെ ആ ഒരു റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കുക. ഓക്കെ, പ്രൊഡക്റ്റ് ഓവറായിട്ട് ഉണ്ടാകേണ്ട ആവശ്യമില്ല. ആ ഒരു റെഗുലേഷൻ ആണത് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അത് എത്രത്തോളം ഉണ്ടാകണം, റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ ഓക്കെ, B, C ഇതൊക്കെ ഓരോരോ സബ്സ്ട്രേറ്റുകളാണ്. ഓക്കെ, എൻസൈം 1 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് B എന്ന് പറഞ്ഞ ഇതുണ്ടാകും. ഇതിൻ്റെ സബ്സ്ട്രേറ്റ് ഇതൊരു സബ്സ്ട്രേറ്റ് ആക്ട് ചെയ്തിട്ട് എൻസൈം 2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് C എന്ന് പറഞ്ഞ സബ്സ്ട്രേറ്റ് ഉണ്ടാകും. അങ്ങനെ ഒന്നിൻ്റെ പ്രൊഡക്റ്റ് മറ്റൊന്നിൻ്റെ സബ്സ്ട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ചെയ്യുക. ലാസ്റ്റ് പ്രൊഡക്റ്റാണ് ഓക്കെ, അപ്പോൾ ഈ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യും, ഒരു അമൗണ്ടിൽ കൂടുതൽ ഫോം ചെയ്തു എന്ന് കരുതിക്കോ. ഇതെന്ത് ചെയ്യും, പിന്നെ ഇവിടെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആവശ്യത്തിനുണ്ടായാൽ നമുക്ക് പിന്നെ അത്ര മതി, റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ആ സ്റ്റോപ്പ് ചെയ്യാനുള്ള മെസ്സേജ് കൊടുക്കണം ആരാ, തന്നെ ലാസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ അതിനുള്ള മെസ്സേജ് കൊടുക്കും സ്റ്റോപ്പ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. സോ ദിസ് ഇസ് നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഗുലേഷൻ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാനുള്ള സിഗ്നലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഗുലേഷൻ ആണ്. ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് ദി എൻഡ് പ്രൊഡക്റ്റ് വിൽ റിസൾട്ട് ഇൻ ഇറ്റ്സ് ഈ എൻസൈം 1 ഡിക്രീസ്ഡ് സിന്തസിസ്. ഓക്കെ, എൻസൈം 1 പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്തിട്ട് സിന്തസിസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ആൻഡ് പ്രൊഡക്റ്റ് ഇൻഹിബിഷൻ എന്ന് ഇതിനും പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് റെഗുലേഷൻ. അവിടെ എന്താ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇനി കുറച്ച് ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെ ഈ സബ്സ്ട്രേറ്റ് ഈ പ്രൊഡക്റ്റ് തന്നെ ഇവിടെ പോയിട്ട് ഒന്നും കൂടി സപ്പോർട്ടീവായിട്ട് പെരുമാറും, ഒന്നും കൂടി എൻസൈം റിയാക്ഷൻ കൂട്ടാൻ വേണ്ടിയുള്ള സിഗ്നലും കൊടുക്കാറുണ്ട്. അതിന് പോസിറ്റീവ് ഫീഡ്ബാക്ക് റെഗുലേഷൻ എന്ന് പറയും. ഇതൊക്കെ അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ ഇതൊരു അലോസ്റ്ററിക് ഇൻഹിബിഷൻ ആണ് കേട്ടോ. അതിനൊരു എക്സാമ്പിളാണ് ഇത്. ഒരു എക്സാമ്പിളാണ് നമ്മൾ മുന്നേ പഠിച്ച റിയാക്ഷൻ. അത് കാർബോമൈൽ ഫോസ്ഫേറ്റും അസ്പാർട്ടേറ്റും ഒക്കെ കൂടിയിട്ട് അസ്പാർട്ടേറ്റ് ട്രാൻസ്കാർബോമൈലേസ് എന്ന് പറഞ്ഞ എൻസൈം ഒക്കെ റിയാക്ട് ചെയ്ത് കാർബോമൈൽ അസ്പാർട്ടേറ്റ് ഉണ്ടാകും. ഇത് പിന്നീട് കുറേ റിയാക്ഷൻസ് പങ്കെടുത്തിട്ട് ലാസ്റ്റ് CTP ഉണ്ടാകും. ഈ CTPൻ്റെ ഒരു എമൗണ്ട് കൂടിയാൽ എന്ത് ചെയ്യും, CTP അക്യുമുലേറ്റ് ചെയ്താൽ ഇറ്റ് അലോസ്റ്ററിക്കലി ഇൻഹിബിറ്റ്സ് ദി എൻസൈം അസ്പാർട്ടേറ്റ് ട്രാൻസ്കാർബോമൈലേസ് ബൈ ഫീഡ്ബാക്ക് മെക്കാനിസം. ഈ CTP തന്നെ ഈ എൻസൈമിനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. CTPൻ്റെ ഒരു എമൗണ്ട് പ്രൊഡക്റ്റ് കുറേ ഫോം ചെയ്താലേ അത് വരുള്ളൂ കേട്ടോ. എന്നാലും ഇങ്ങോട്ടൊക്കെ പോയി ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഒരു amount അവിടെ ഉണ്ടാകാം. ഓക്കെ, അപ്പോഴാണ് അത് ഇൻഹിബിറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഫീഡ്ബാക്ക് റെഗുലേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഐസോ എൻസൈംസ്. ഈ ഐസോ എൻസൈംസ് എന്താ വെച്ചാൽ നമ്മൾ കോ എൻസൈംസ് പറഞ്ഞു, അപ്പോ എൻസൈം പറഞ്ഞു, ഹോളോ എൻസൈം പറഞ്ഞു. ഐസോ എൻസൈംസ് എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ദി സെയിം എൻസൈം. ഓക്കെ, നമ്മൾ ഐസോമേഴ്സ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഒറ്റ എൻസൈമിന് തന്നെ പല ഫോമിൽ കാണും. ഇറ്റ് ഹെൽപ്സ് ഇൻ ദി റെഗുലേഷൻ ഓഫ് ദി എൻസൈം ആക്ടിവിറ്റി ബേസിക്കലി. ഓക്കെ, അതൊരു ടിഷ്യൂ സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസ് ആണ്. ടിഷ്യൂ സ്പെസിഫിക് ആണ്, ഓരോ സ്ഥലത്ത് മാത്രമേ ഇത് കാണുള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് എ these isoenzymes of a given enzyme catalyze the same reaction. Okay, ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിലും സെയിം റിയാക്ഷൻ തന്നെ ഇത് കാറ്റലൈസ് ചെയ്യും. ലൈക്ക് ഇൻ എക്സാമ്പിൾ ഓഫ് LDH ആൻഡ് CPK. ഓക്കെ, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് എൻസൈമും LDH എൻസൈമും. ഓക്കെ, ഇതിനൊരു എക്സാമ്പിളാണ്. പിന്നെ വരുന്ന നോൺ പ്രോട്ടീൻ എൻസൈംസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു എൻസൈംസ് 2 തരത്തിലുണ്ടാകാം. പ്രോട്ടീൻ എൻസൈംസ് ആണ് 90%. കുറച്ചെണ്ണം മാത്രമേ നോൺ പ്രോട്ടീൻ ഡെറിവേറ്റീവ്സ് ആയിട്ട് വരുന്നുള്ളൂ. അതാണ് റൈബോസൈംസ്. ഇത് റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ RDNA നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. നോൺ പ്രോട്ടീൻ എൻസൈമായിട്ട് ആക്ട് ചെയ്യണ ആകെ ഈ എൻസൈംസ് മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യുക വെച്ചാൽ RNA നിന്ന് പ്രോട്ടീൻ സിന്തസിസിനൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ,
സോ അതും അറിഞ്ഞിരിക്കാം. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് എൻസൈംസ് ജസ്റ്റ് നോക്കി വെക്കാം. ഈ എൻസൈംസ് തെറാപ്യൂട്ടിക് ഏജൻസ് ആയിട്ടും അനാലിറ്റിക്കൽ റിയേജൻസ് ആയിട്ടും ആക്ട് ചെയ്യലുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം, യൂറോകൈനേസ് എൻസൈം. ഇതൊക്കെ ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യലുണ്ട് നമ്മൾ ഈ കാർഡിയാക് പേഷ്യൻസിലൊക്കെ. ആസ്പാർജിനേസ് എൻസൈം ക്യാൻസർ തെറാപ്പിയിൽ യൂസ് ചെയ്യും. പെപ്പൈൻ എൻസൈം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ യൂസ് ചെയ്യും. ആൻറ്റി ട്രിപ്സിൻ കൊടുക്കും നമ്മൾ ഈ എംഫിസിമ പോലത്തെ. എംഫിസിമ ഒരു ബ്രീതിങ് കണ്ടീഷനാണ്. ഓക്കെ, ശ്വാസം കിട്ടാത്തൊരു കേസാണ് എംഫിസിമൊക്കെ. ആ സമയത്ത് ലങ്സിനൊക്കെ ഡിസ്റ്റൻഷൻ വരാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇസ് അനാലിറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ഓർ റിയേജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എൻസൈംസ്. അതിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ് ഓക്സിഡേസ് അല്ലെങ്കിൽ പെറോക്സിഡേസ്. ഇത് ഗ്ലൂക്കോസിൻ്റെ എസ്റ്റിമേഷനൊക്കെ യൂസ് ചെയ്യും. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എസ്റ്റിമേഷൻ ചെയ്യുമല്ലോ, നമുക്ക് ഇനി ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഈ യൂറിയസ് എൻസൈം യൂറിയൻ്റെ എസ്റ്റിമേഷൻസ് യൂസ് ചെയ്യലുണ്ട്. അതേപോലെ കൊളസ്ട്രോൾ ഓക്സിഡേസ് നമ്മൾ കൊളസ്ട്രോൾ എത്ര എമൗണ്ട് ഉണ്ട് എന്നൊക്കെ കണക്കാക്കി യൂസ് ചെയ്യുക. യൂറിക്കേസ് എൻസൈം യൂറിക് ആസിഡിൻ്റെ എസ്റ്റിമേഷൻ. ലിപ്പേഴ്സ് എൻസൈംസ് നമ്മൾ ട്രൈഅസൈൽ ഗ്ലിസറോൾ, അതുപോലെ നമ്മൾ TGs ഒക്കെ ബ്ലഡിലൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യലുണ്ട്. പിന്നെ വരുന്നതാണ് ആപ്ലിക്കേഷൻസ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഐ ഹോപ്പ് യു നോ ദിസ്. നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും DNA പോളിമറൈസ് എൻസൈംസ് ഒക്കെ ജീൻ ട്രാൻസ്ഫർ, DNA ഫിംഗർ പ്രിൻറ്റിങ്, അതേപോലെ പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ പോളിമറൈസ് എൻസൈംസ് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. ചീസ് പ്രിപ്പറേഷനിൽ റെനിൻ പോലത്തെ എൻസൈംസ്. ഹൈ ഫ്രക്ടോസ് സിറപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് ഐസോമറൈസസ് യൂസ് ചെയ്യും. ഫ്രക്ടോസ് ഉണ്ടാക്കാൻ വേണ്ടി, ഗ്ലൂക്കോസിൽ നിന്ന് തന്നെ ഫ്രക്ടോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐസോമറൈസ് ആണ് ഫ്രക്ടോസ് ഒക്കെ. ആൽഫ അമിലേസ് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ സ്റ്റാർച്ചിൽ ഗ്ലൂക്കോസ് ഒക്കെ കൺവേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഈസ് എൻസൈംസ് ഇൻ ഡയഗ്നോസിസ് ഓഫ് ഡിസീസസ്. ഇവിടെ നമുക്കറിയാം നമ്മൾ ബ്ലഡ് റിപ്പോർട്ട് അനാലിസിസ് അങ്ങനെ ചെയ്തതാണ്. അതിൽ വരുന്ന കുറച്ച് എൻസൈംസ് നമ്മൾ അമിലേസ്, SGPT, SGOT, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ലാക്ടേസ് ഡീഹൈഡ്രോജനേസ്, ക്രിയേറ്റിൻ ഫോസ്ഫോകൈനേസ്, അതേപോലെ ന്യൂക്ലിയോട്ടിഡേസ് എൻസൈംസ്. ഇതൊക്കെ നമ്മൾ ബയോകെമിക്കലി ഡിറ്റർമൈൻ ചെയ്തിട്ട് ഡിസീസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അമിലേസ് എൻസൈം അക്യൂട്ട് പാരഗ്രാറ്റിസിൻ്റെ ഡയഗ്നോസിസിന് യൂസ് ചെയ്യാം. SGPT, SGOT ഒക്കെ ലിവർ ഡിസീസസ്, അതേപോലെ ഹാർട്ട് അറ്റാക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് SGOT യൂസ് ചെയ്യും. റിക്കറ്റ്സ് ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ജോണ്ടീസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ALP അഥവാ നമ്മൾ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് യൂസ് ചെയ്യും. ഇതൊക്കെ മാർക്കേഴ്സ് ആയിട്ട് ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക, അത് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുക. ഈ എൻസൈംസിൻ്റെ ലെവൽസൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാം. കുറച്ച് എൻസൈംസ് നമുക്ക് നോക്കാം. അമിലേസ് ഒക്കെ സിറം അമിലേസ് ആണ്. നമ്മൾ അക്യൂട്ട് പാങ്ക്രിയാറ്റിസിൻ്റെ സമയത്ത് നോർമലി എത്ര വേണം? 80 to 118 യൂണിറ്റ്സിൻ്റെ അടിയിൽ വേണം. പീക്ക് വാല്യൂ ഒക്കെ കൂടുതലും കാണുന്നത് വെച്ചാൽ കൂടുതൽ എമൗണ്ട് 8 to 12 hours അടിയിൽ കാണും. ഇഫ് ദർ ഈസ് ഡിസീസ്, ഓക്കെ, ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പീക്ക് വാല്യൂ ഒക്കെ കാണുന്നത് 8 to 12 hours അടിയിലാണ്. ബട്ട് ഇത് 3rd or 4th ഡേ ആകുമ്പോഴത്തേക്ക് നോർമൽ ആവാണ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ എലവേറ്റഡ് ആക്ടിവിറ്റി നമ്മൾ യൂറിൻ പേഷ്യൻസിലും കാണാറുണ്ട്. ഈ അക്യൂട്ട് പാങ്ക്രിയാറ്റിസിലുള്ള യൂറിനിലും ഇത് കാണാറുണ്ട് ഈ പേഷ്യൻസിൻ്റെ. സിറം അമിലേസ്, അതേപോലെ നമ്മൾ ക്രോണിക് പാങ്ക്രിയാറ്റിസിസും അക്യൂട്ട് പാരോട്ടൈറ്റിസ് അഥവാ നമ്മൾ മംസ്, ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ സംഭവം നടക്കണമെന്ന് വെച്ചാൽ പാങ്ക്രിയാറ്റിക് ഡക്റ്റിൽ ബ്ലോക്ക് വന്നിട്ടാണ് അത് കാണാം. അവിടെ അമിലേസ് എൻസൈം പ്രോപ്പറായിട്ട് പുറന്തള്ളി പോകില്ല. ഓക്കെ, ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യാണ് ചെയ്യുക, അങ്ങനെയാണ് അത് കണക്കാക്കുന്നത്. ഇനി ALT അല്ലെങ്കിൽ SGPT ഒക്കെ എന്ത് ചെയ്യും? അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, നമ്മൾ മഞ്ഞപ്പിത്തം, ഓക്കെ, വൈറൽ ജോണ്ടിസ് അല്ലെങ്കിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കേസിലൊക്കെ ഇത് എലവേറ്റഡ് ആകും. ജോണ്ടിസ്, സിറോസിസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നോർമൽ ലെവൽ 3 to 40 IU/L ആണ്. ആൻഡ് ദെൻ ദർ ഇസ് അസ്പാർട്ടേറ്റ് ട്രാൻസമിനേസ് AST അല്ലെങ്കിൽ SGOT. ഇതും മയോകാർഡിയൽ ഇൻഫെക്ഷൻ അതേപോലെ ലിവർ ഡിസീസസിലും ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. SGPT ഒന്നുകൂടിയും ലിവർ ഡിസീസസിന് സ്പെസിഫിക് ആയിട്ടാണ് നോക്കുക. SGOT ഹാർട്ട് ഡിസീസസിനാണ് ഒന്നുകൂടി നോക്കുക, കൺസിഡർ ചെയ്യുക. രണ്ടും സൈറ്റോസോമൽ എൻസൈംസ് ആണ്. വെച്ചാൽ സൈറ്റോസോളിൽ നമ്മൾ സൈറ്റോപ്ലാസത്തിലൊക്കെ കാണുന്ന എൻസൈമാണ് SGOT, SGPT ഒക്കെ മൈറ്റോകോൺട്രിയൻ്റെ. ഇനി ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എൻസൈം, ഇത് ബോൺ ആൻഡ് ലിവർ ഡിസീസസിലാണ് ഐഡൻറ്റിഫിക്കേഷനാണ് യൂസ് ചെയ്യുക. എലിവേറ്റഡ് ആവും ആ കേസിലൊക്കെ. ALP ഒക്കെ നമ്മൾ റിക്കറ്റ്സ് ഒക്കെ, അതേപോലെ ഹൈപ്പർ പാരാതൈറോയിഡിസം, കാർസിനോമ ഓഫ് ബോണ്, അതേപോലെ ജോണ്ടിസിൻ്റെ കേസിൽ ഇത് കാണാറുണ്ട്. എലിവേറ്റഡ് ലെവൽസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആസിഡ് ഫോസ്ഫറ്റേസ് അല്ലെങ്കിൽ ACP പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ക്യാൻസറിനാണ് ഇത് ഡിറ്റക്ട് ചെയ്യുക. നിങ്ങൾ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ ഇതൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഓക്കെ, യു ക്യാൻ ചെക്ക് ഇറ്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അതൊരു ട്യൂമർ മാർക്കറാണ്. ഈ ട്യൂമറാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ലാക്ടേറ്റ് ഡിഹൈഡ്രോജനേസ് LDH എൻസൈം, മയോകാർഡിയൽ ഇൻഫെക്ഷൻ, നമ്മൾ അറ്റാക്ക്, ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ്, ലുക്കീമിയ, മസ്കുലർ ഡിസ്ട്രോഫി ആ കേസിലൊക്കെ ഇതൊരു ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് 5 ഐസോ എൻസൈംസ് എന്ന് വെച്ചാൽ 5 തരത്തിലുള്ള LDH എൻസൈംസ് ഉണ്ട്. ഇതും ഓരോന്നിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യും. ക്രിയാറ്റിൻ കൈനേസ് മയോകാർഡിയൽ ഇൻഫെക്ഷന് അതേപോലെ മസ്കുലർ ഡിസ്ട്രോഫിൻ്റെ ഡിറ്റക്ഷനൊക്കെ ഏർലി ഡിറ്റക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. 3 ഐസോ എൻസൈംസ് ആണ് ഇതിനുള്ളത്. ആൻഡ് ഇനി ഐസോ എൻസൈംസ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുറച്ചും കൂടി these are multiple forms of enzyme catalyzing the same reaction, and these are isoenzymes or also called isozymes. Okay, but these differ in physical and chemical properties. Okay, ഒരേ സാധനത്തിൻ്റെ ഐസോമേഴ്സ് ആണെങ്കിലും
ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വേരിയേഷൻസ് ഉണ്ടാകും. സ്ട്രക്ചർ, ഇലക്ട്രോഫോററ്റിക് ക്യാരക്ടർ, ഇമ്മ്യൂണോളജിക്കൽ പ്രോപ്പർട്ടീസൊക്കെ വേരിയേഷൻസ് ഉണ്ടാകും. ഇൻഹിബിറ്റേഴ്സിനോടുള്ള അട്രാക്ഷനോ അതിൻ്റെ തമ്മിലുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഡിഗ്രി ഓഫ് ഡീനാച്ചുറേഷനിലും വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, ഒരു എൻസൈം ഹീറ്റ് കൊടുത്താൽ ഡീനാച്ചുർ ആവുന്നറിയാം. ഇത് എത്ര ഹീറ്റ് കൊടുത്താൽ ഡീനാച്ചുർ ആവുന്നുള്ളതിലൊക്കെ വേരിയേഷൻസ് വരും. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഐസോ എൻസൈംസ് ലിവിങ് സിസ്റ്റത്തിൽ ഉണ്ടാകാൻ കാരണം ഒന്ന്, ഇറ്റ് ക്യാൻ ബി സിന്തസൈസ്ഡ് ഫ്രം ഡിഫറെൻറ്റ് ജീൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു DNA പല ജീൻസിനും സെയിം റോൾ ഉണ്ടാവും ചിലപ്പോൾ. ഓക്കെ, ഓരോ ജീനും ചിലപ്പോൾ ഒരേ എൻസൈമിനായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടാവും. പക്ഷേ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാരണം എന്ത് ചെയ്യാം, വ്യത്യാസം വരാൻ. ലൈക്ക് മാലേറ്റ് ഡീഹൈഡ്രജനേസ് ഓഫ് ദി സൈറ്റോപ്ലാസം, ദിസ് ഇസ് ഡിഫറെൻറ്റ് ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിലും സൈറ്റോപ്ലാസത്തിലും ഇതുണ്ടാകും. രണ്ടിലും ചെറിയ വേരിയേഷൻ ഉണ്ട്. ഓക്കെ, സെയിം എൻസൈം ആണ്, ബട്ട് രണ്ടിലും ചെറിയ സ്ട്രക്ചറൽ വേരിയേഷൻ ഉണ്ട്. ഒളിഗോമെറിക് എൻസൈംസ് ഉണ്ട്. അതിന് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സബ് യൂണിറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. ലൈക്ക് ഇൻ ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് ആൻഡ് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്. ബേസിക്കലി സ്ട്രക്ചർ സെയിം ആണ്, ചെറിയ സബ് യൂണിറ്റ് വേരിയേഷൻസ് മാത്രമേ സ്ട്രക്ചറിൽ വന്നിട്ടുള്ളൂ. അതേപോലെ ചില കേസിൽ എൻസൈം മേ ബി ആക്റ്റീവ് ആസ് എ മോണോമർ ഓർ ഒളിഗോമർ. ഓക്കെ, വേറെ ഒരു ഫോമിൽ ചിലപ്പോൾ അത് ആക്റ്റീവ് ആയിട്ടുണ്ടാവില്ല, സെയിം എൻസൈം തന്നെ. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഗ്ലൂട്ടാമേറ്റ് ഡീഹൈഡ്രോജനേസ്. പിന്നെ വരുന്നതാണ് ഗ്ലൈക്കോപ്രോട്ടീൻ എൻസൈംസ് ഒക്കെ. എന്താണ്, കാർബോഹൈഡ്രേറ്റ് കണ്ടന്റിൻ്റെ അനുസരിച്ച് വേരിയേഷൻ വരും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് അഥവാ നമ്മൾ ALP. ഇനി എൻസൈം പാറ്റേൺ ഇൻ ഡിസീസസ്. ഇവിടെ ഓരോ ഡിസീസസിനും പർട്ടിക്കുലർ ആയിട്ടുള്ള എൻസൈം ഏതാണ് നമ്മൾ നോക്കുന്നത്. സീറം എൻസൈംസ് ആണ് കൂടുതലും വരാം. ഓക്കെ, ഒരു ഡിസീസിന് തന്നെ 2-3 എൻസൈംസ് ഒക്കെ വരും കേട്ടോ ഇൻഡിക്കേറ്റർ ആയിട്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് മയോകാർഡിയൽ ഇൻഫെക്ഷൻ നോക്കാം. അതിൽ മെയിനായിട്ട് വരുന്ന ഇൻഡിക്കേറ്റിംഗ് എൻസൈംസ് ആണ് CPK, ക്രിയേറ്റിൻ ഫോസ്ഫേറ്റ് കൈനേസ്, AST ആൻഡ് LDH. ഇത് മൂന്നും മയോകാർഡിയൽ ഇൻഫെക്ഷൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇത് മൂന്നും റിലേറ്റഡ് ആയിട്ടുള്ള എലിവേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ അവേഴ്സ് ഓർ ഡേയ്സിൻ്റെ കണക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്യാണ് ചെയ്യുക. അവിടെ മയോകാർഡിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക. ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ഫസ്റ്റ് എൻസൈമാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഐസോ എൻസൈമാണ്. ദിസ് ഇസ് റിലീസ്ഡ് ഇൻ ടു ദി ബ്ലഡ് സർക്കുലേഷൻ വിത്തിൻ 6 to 18 hours ഓഫ് ദി ഇൻഫെക്ഷൻ. അറ്റാക്ക് വന്ന 6 to 18 hours കൊണ്ട് ഇത് റിലീസ് ചെയ്യും. ദർഫോർ ഇതിൻ്റെ എസ്റ്റിമേഷൻ വെച്ചിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ദ എൻസൈം റീച്ചസ് എ പീക്ക് വാല്യൂ വിത്തിൻ 1 day or 30 hours. ഓക്കെ, ആൻഡ് ഇറ്റ് റിട്ടേൺസ് ടു ദി നോർമൽ ലെവൽ ബൈ ദി 2nd or 3rd day. ദെൻ ദർ ഇസ് ആസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ് IST or STOT. ഇതും ഇത് പറഞ്ഞ CPKൻ്റെ ഒപ്പം തന്നെ CPK പീക്ക് എത്തിയ ഉടനെ തന്നെ ഇതും പീക്കിലെത്തും വിത്തിൻ 2 days, only for 48 hours ഓഫ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ, ആൻഡ് ഇറ്റ് ടേക്സ് 4 to 5 days ടു റിട്ടേൺ ടു നോർമൽ ലെവൽ. ഓക്കെ, പിന്നെ എന്താണ് LDH. ഇത് 2nd day മുതൽ, എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ നടന്ന 2ാമത്തെ ദിവസം മുതലാണ് ഇത് കൂടി വരാം. ആൻഡ് ഇറ്റ് റീച്ചസ് ദി പീക്ക് ബൈ 3 or 4th day, ആൻഡ് ഇറ്റ് ടേക്സ് അബൌട്ട് 10 to 15 days ടു റീച്ച് ദി നോർമൽ ലെവൽ. ദസ് LDHും ആണ് വെച്ചിട്ടാണ് നമ്മളിത് ഡിറ്റക്ട് ചെയ്യുക. പിന്നെ എന്നാണ് കാർഡിയാക് ട്രോപ്പോണിൻസ്. ഇതൊരു തരത്തിലുള്ള പ്രോട്ടീൻസ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദി ഏർലി ഡയഗ്നോസിസ് ഓഫ് MI. ട്രോപ്പോണിൻ 1 ഒരു ഇൻഹിബിറ്ററി എലമെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞ ആക്റ്റിനോമൈസിൻ, ATPase എൻസൈം. ട്രോപ്പോണിൻ T വേറെ ഒരു ബൈൻഡിങ് എലമെൻ്റ് ആണ്. മൂന്നും എന്താണ്, ബ്ലഡ് സർക്കുലേഷനൊക്കെ റിലീസ് ചെയ്യാണ് ചെയ്യുക ആഫ്റ്റർ 4 hours ഓഫ് ദി മയോകാർഡിയൽ ഇൻഫെക്ഷൻ ആൻഡ് റീച്ചസ് എ പീക്ക് വാല്യൂ വിത്തിൻ 12 hours or 1 day. ഓക്കെ, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അത് പീക്ക് ലെവലെത്താണ് ചെയ്യുക. പ്രോട്ടീൻ മയോഗ്ലോബിൻ ആയിട്ടാണ് ഇത് ബൈൻഡ് ചെയ്തിട്ടുള്ള റിയാക്ഷനാണ് ഉള്ളത്. ഓക്കെ, ദെൻ ദർ ഇസ് എൻസൈംസ് ലിവർ ഡിസീസസ്. അതിൽ 3 വരുന്നത് ALT, AST ആൻഡ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇത് മൂന്നിൻ്റെയും ഇൻക്രീസ് ഈ ഒരു ഇൻട്രാ ഹെപ്പാറ്റിക് അല്ലെങ്കിൽ എക്സ്ട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാസിസ്, അതേപോലെ ലിവർ ഡിസീസസിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. കൂടുതലും വൈറൽ ഹെപ്പറ്റൈറ്റിസ്. നമ്മൾ കേസ് സ്റ്റഡി എടുക്കുമ്പോൾ ജോണ്ടിസ് ഒക്കെ എടുക്കും. അതിലും ഈ പറഞ്ഞ 3 എൻസൈംസിൻ്റെ ലെവൽസ് നമ്മൾ നോക്കും. ഓക്കെ, ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് പോലത്തെ കണ്ടീഷൻസ്, അതുപോലെ ഹെപ്പാറ്റിക് നെക്രോസിസ് എന്ന് വെച്ചാൽ ഹെപ്പാറ്റിക് സെൽസിൻ്റെ ഡെത്തൊക്കെ നടക്കുന്ന കേസിലും ഇത് വരാറുണ്ട്. ദെൻ ദർ ഈസ് മസിൽ ഡിസീസസിലുള്ള എൻസൈമാണ് നമ്മളെ മസ്കുലർ ഡിസ്ട്രോഫി, അതേപോലെ ഇൻക്രീസ് ലീക്കേജ് ഓഫ് എൻസൈംസ് ഒക്കെ ആണ് ഈ സമയത്ത് ഉണ്ടാകുക. മസിൽ സെൽസ് ഡിസ്ട്രോഫി ഡാമേജ് ആയിട്ട് അതിലുള്ള എൻസൈംസ് ലീക്കായിട്ട് ആ എൻസൈംസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. ലീക്കേജ് വരുന്ന എൻസൈംസിൽ ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുക. അതിന് എക്സാമ്പിൾസ് ആണ് ഫോസ്ഫോകൈനേസ്, ആൽഡോലേസ്, ആസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ്, CPK. നമ്മൾ നേരത്തെ പറഞ്ഞ CPK ഒക്കെ മസിൽ ഡിസീസിൻ്റെ ബെസ്റ്റ് ഇൻഡിക്കേറ്ററാണ്. ദെൻ ദർ ഇസ് എൻസൈംസ് ഇൻ ക്യാൻസർ. ഇവിടെ സീറം ആസിഡ് ഫോസ്ഫറ്റേസ് പോലത്തെ എൻസൈംസ് ആണ് യൂസ് ചെയ്യുക. പ്രോസ്റ്റാറ്റിക് കാർസിനോമക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൻസൈം നമ്മൾ ചെക്ക് ചെയ്യുക. അതേപോലെ PSA നമ്മൾ നോക്കും. PSA മീൻസ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. ഓക്കെ, ഈ ഒരു സാധനം എൻസൈം അല്ല, പക്ഷേ അതൊരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു ഡിറ്റക്ടറാണ്, ട്യൂമർ മാർക്കറാണ്. ട്യൂമർ സെക്രറ്റ് ചെയ്യുന്ന സാധനമാണ്, ഒരു ആൻറ്റിജൻ ആണ്. നോർമൽ സിറം കോൺസെൻട്രേഷൻ പറഞ്ഞാൽ 1 to 4 ആണ്. അതിനെക്കാട്ടും കൂടാണ് ചെയ്യുക. ഓക്കെ, അതേപോലെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള LDH, ഇതൊന്നും കറക്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ ആണ് പറയാൻ പറ്റില്ല. LDH ഒക്കെ മറ്റുള്ള ഡിസീസിനാണ് ഒന്നും കൂടി ഇൻഡിക്കേറ്റർ ആയിട്ട് കൺഫേം ആക്കാൻ പറ്റുള്ളൂ. അതേപോലെ ALP ട്രാൻസാമിനേസ് ഒക്കെ ഈ ഒരു കേസിലും കൂടാറുണ്ട്. ഓക്കെ, so that's all about this chapter. That is the end of your enzyme inhibition chapter. Study the examples, enzymes പേര് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതേപോലെ നമ്മളെ ഡിസീസ് ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്ന എൻസൈംസ് ഓരോന്നിൻ്റെയും ഒറിജിന് ക്ലാസിഫിക്കേഷനൊക്കെ പഠിച്ചു വെക്കുക. Prepare your notes. So, and thank you for listening.